story last week, and I hope it be a blessing for you. ആമേൻ. ഇത് വളരെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കഥയാണ്. This story happened many years ago. ആമേൻ. രാജ്യത്ത് ഒരു വലിയ യുദ്ധമുണ്ടായി. There was a war in a country. അവിടെ ആ യുദ്ധത്തിൽ ആമേൻ ആ സൈന്യം അവിടുത്തെ ആ രാജാവും എല്ലാം ജയിക്കാൻ ഇടയായി തീർന്നു. And they got victory. The king and the army got the victory in that war. അതിൽ പ്രധാനപ്പെട്ട സൈനികരായ 4 പേര് സ്വത്ര വിജയത്തിന് കാരണമായി തീർന്ന 4 പേരെ രാജാവ് ബഹുമാനിക്കുവാൻ വിളിച്ചുകൂട്ടി. The king honored. King called the people to honor these 4 people who were the reason for the victory. ആമേൻ. ഓരോരുത്തരോടും സ്വന്തം കടന്നു വന്ന് നിങ്ങൾക്ക് എന്താ വേണ്ടിയെന്ന് ഓരോരുത്തരോട് ചോദിക്കാൻ ഇടയായി തീർന്നു. King asked each of them, what do you want from me? ആമേൻ. ഒന്നാമത്തെ വന്ന് പറഞ്ഞു, എനിക്ക് വീട്ടിലോട്ട് കടന്നു പോകാനൊക്കെ ഒരു വഴിയില്ല, എനിക്ക് റോഡ് എന്റെ ഭവനത്തിലേക്ക് ഉണ്ടാക്കണമെന്ന് അവൻ ആവശ്യപ്പെട്ടു. The first person said, in my house and there is no road to enter in my house, so please make a road for me. ആമേൻ. രണ്ടാമത്തെ അവൻ അതിന് രാജാവ് ഓർഡർ ഇട്ടു, അവൻ അത് ചെയ്തു കൊടുക്കാൻ ഇടയായി തീർന്നു. And God, the king put an order for that road and he made that happen. ആമേൻ. രണ്ടാമത്തെ ആളിനെ വിളിച്ചു, നിനക്ക് എന്താണ് നിനക്ക് ഭാരമായിരിക്കുന്നത് നീ പറഞ്ഞാൽ സാധിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. The king called the second person, what do you want me to do for you? ആമേൻ. അവൻ പറഞ്ഞു, ഞാൻ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുന്നു, എനിക്ക് പണത്തിന്റെ വലിയ ദൗർലഭ്യമുണ്ട്, നീ എന്നെ പണം തന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. He said, I am poor, I don't have enough money, so please give me some money. ആമേൻ. രാജാവ് സ്വന്തം വേണ്ട മണി പണം കൊടുക്കാൻ അവിടെ കൽപ്പന പുറപ്പെടുവിച്ചു. And the king ordered to give him some money. ആമേൻ. മൂന്നാമത്തെ ആളിനെ വിളിച്ചു, സ്വത്രം നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു. The third person, the king called and asked him, what do you want me to do for you? ആമേൻ. മൂന്നാമത്തെ ആൾ പറഞ്ഞു, എനിക്ക് ഒരു വീടില്ല, ആമേൻ, രാജാവേ എനിക്ക് ഒരു വീട് വെച്ച് തന്നാൽ ഉപകാരമായിരിക്കും പറഞ്ഞു. The third person said, king, I don't have a house, please make a house for me. ആമേൻ. അതിനും രാജാവ് കൽപ്പന കൊടുത്തു. സ്വത്രം അവനെ അത് ചെയ്തു കൊടുക്കാൻ ഓർഡർ ഇട്ടു. And the king ordered and he got a house. ആമേൻ. നാലാമത്തെ ആളിനെ വിളിച്ചു, നിനക്ക് എന്താണ് വേണ്ടതെന്ന്. The king asked the fourth person, what do you want me to do for you? ആമേൻ. ആമേൻ. അവൻ പറഞ്ഞു, രാജാവേ ഇതൊന്നും എനിക്ക് വേണ്ട, രാജാവ് എന്റെ കൂടെ വന്ന് ഒരു ദിവസം എന്റെ കൂടെ താമസിച്ചാൽ മതി എന്ന് പറഞ്ഞു. The fourth person said, I don't need anything, but I want you to come one day and live with me one day. ആമേൻ. ആമേൻ. ആ സൈനികന്റെ വീട് വളരെ ദൂരത്തിലായിരുന്നു. And his house was far away. ആമേൻ. അവന്റെ വീട്ടിലേക്ക് കടന്നു പോകാൻ ഒരു വഴിയില്ലായിരുന്നു. And there was no road for that house. രാജാവ് വളരെ ബുദ്ധിമുട്ടിയാണ് അവന്റെ വീട്ടിൽ ചെന്നത്. The king had a hard time to enter in his house. അവന്റെ വലിയൊരു ഭംഗിയുള്ള വീടൊന്നും അല്ലായിരുന്നു, ചെറിയൊരു കുടിലായിരുന്നു. His house was a hut. It was not very beautiful. ആമേൻ. രാജാവിന് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം കൊടുക്കത്തക്ക രീതിയിൽ അവരുടെ ഭവനത്തിൽ പണമൊന്നുമില്ലായിരുന്നു. He didn't have enough money to prepare a meal for the king. ആമേൻ. രാജാവിന് അവന്റെ സ്ഥിതി മനസ്സിലായി. And the king understood what is going on in the house. രാത്രി അവിടെ താമസിച്ചു. And the king stayed in the house that night. ആമേൻ. പിറ്റേന്ന് രാവിലെ സ്വന്തം രാജാവ് അവന് വേണ്ടത് ആ റോഡും അതുപോലെ ഒരു ഭവനവും അവന് സാമ്പത്തികമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ തക്കണം അവിടെ ഓർഡർ ഇടുവാൻ തക്കണം. And next day the king commanded to give him a road, give him a house and give him money. ആമേൻ. നമ്മളെല്ലാവരും നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ ആവശ്യങ്ങളുമായിട്ട് ദിവസം ചെല്ലുന്നവരാണ്. Once you look around, yes, we go to the King of Kings with all our small needs. ആമേൻ. എന്നാൽ നമ്മുടെ രാജാവിനെ നമ്മുടെ ഭവനത്തിൽ കൊണ്ട് താമസിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സകല പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും മറന്നു കളയാണ്. Many times we forget that the King of Kings come and live in our house. Oh, he is more than enough for our necessities. ആമേൻ. അവന്റെ രാജാവ് അവന്റെ ഭവനത്തിൽ വന്നു മൂലം അവന്റെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവന്റെ പ്രയാസങ്ങളും ഭാരങ്ങളെല്ലാം മാറുന്നതിനിടയായി തീർന്നു. Yes, so this happened that all his sufferings are gone because the king stayed in his house one day. ആമേൻ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ രാജാവിനെ നമ്മുടെ ഭവനത്തിൽ കൊണ്ടുപോകാൻ താല്പര്യമുള്ളവരായി തീരണം. We need to have a desire to bring the King of Kings to our house. ആമേൻ. അവന്റെ സന്നിധിയിൽ ഒന്നിനും മറുപടി ലഭിക്കാതിരിക്കുകയില്ല. There is our God is able, he is more than enough for our necessities. വചനം നമ്മളെ പഠിപ്പിക്കുന്നു, മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ സകലവും നമുക്ക് നൽകി തരും. The word of God teaches us that seek ye first the kingdom of God and his righteousness, and all these things shall be added unto you. ആമേൻ. ആമേൻ. മറ്റൊരു ഭാഗമുണ്ട്, ഐശയ്യ 43 and 4. ആർക്കെങ്കിലും ശബ്ദം ഉയർത്തി വായിക്കാം. ഐശയ്യ 43 and 4. Isaiah chapter 40 verse 3 and 4. The voice of him that crieth in the wilderness, prepare ye the way of the Lord, make straight in the desert a highway for our God. Every valley shall be exalted, and every mountain and hill shall be made low, and the crooked shall be made straight, and the rough places plain. And the glory of the Lord shall be revealed, and all flesh shall see together, for the mouth of the Lord has spoken. അവനോട് പറഞ്ഞിരിക്കുന്നത് മരുഭൂമിയിൽ വഴിയൊരുക്കുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. It is very hard to prepare
wilderness. ആമേൻ. നിർജ്ജന പ്രദേശത്ത് പേരുവഴി നിർത്തുന്ന ഹല്ലേലൂയ ആമേൻ ഈസി ആയിട്ടുള്ള കാര്യമല്ല. When the lonely isolated place, it is very hard to make a path. ആമേൻ. താഴ്വര ഹല്ലേലൂയ ആമേൻ നികന്നു വരുന്നത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. It's not easy to bring up the valley. വലിയ മലകളൊക്കെ താഴ്ന്നു വരണമെന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. It's not easy to bring the mountains down. ഹല്ലേലൂയ ദുർഘടമായത് ഹല്ലേലൂയ ആമേൻ വളഞ്ഞതും ചൊവ്വായതും ദുർഘടമായതും സമമായി തീരണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. It says that the crooked places shall be made straight. ഇതെല്ലാം ആമേൻ സ്ട്രെയിറ്റ് ആയിട്ട് വന്നു കഴിയുമ്പോൾ ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. When everything is straight, the glory of God shall be revealed. ആമേൻ. അപ്പോഴാണ് ദൈവത്തിന്റെ മഹത്വം സകല ജഡവും ഒരുപോലെ ഹല്ലേലൂയ അവന്റെ രക്ഷയെ കാണുന്നത്. And all the flesh shall see the glory of God together. ആമേൻ. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്കായി ഹല്ലേലൂയ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ വസിപ്പാൻ നമ്മുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കണം. We need to open our hearts, hallelujah, for the King of Kings, hallelujah, the Savior of all mankind should come and live in our heart. യേശു പറയുന്നു, ഞാൻ വാതിൽക്കൽ മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്ന്. Jesus says, I knock at the door, and if anyone hears my voice and open the door for me, I will go inside and have supper with him. ആമേൻ. ഇന്നത്തെ വചനധ്യാനത്തിനായിട്ട് ഹല്ലേലൂയ തിരഞ്ഞെടുത്തിരിക്കുന്ന ഹല്ലേലൂയ ആമേൻ ഉൽപ്പത്തി ജെനസിസ് 39 ഹല്ലേലൂയ ആമേൻ അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. Let us read Genesis 39 chapter 1 to 6. And Joseph was brought down to Egypt, and Potiphar, an officer of Pharaoh, captain of the guard, an Egyptian, brought him of the hands of the Ishmaelites, which had brought him down. And the Lord was with Joseph, and he was a prosperous man, and he was in the house of his master the Egyptian. And his master saw that the Lord was with him, and the Lord made all that he did to prosper in his hand. And Joseph found grace in his sight, and he served him. And he made him overseer over his house, and all that he had put into his hand. And it came to pass, from the time that he had made him overseer in his house, and over all that he had, that the Lord blessed the Egyptian's house for Joseph's sake. And the blessing of the Lord was upon all that he had in the house and in the field. ആമേൻ. ഇവിടെ 31 അധ്യായം തുടങ്ങുന്ന ജോസഫിന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാണ്. And this is a turning point in Joseph's life. ഹല്ലേലൂയ ആമേൻ. അവിടെ 37 അധ്യായത്തിൽ നാം കാണുന്നുണ്ട് യാക്കോബ് തന്റെ മക്കളുടെ വിവരം അറിയാൻ ജോസഫിനെ ഹല്ലേലൂയ അവിടെ ആടുകൾ മേയിച്ച സ്ഥലത്തേക്ക് വിടുവാൻ ഇടയായിത്തീർന്നു. You know, in chapter 37, hallelujah, Joseph's father told Joseph, and go and see your brothers who are feeding the sheep. ആമേൻ. ഹല്ലേലൂയ അപ്പൻ ഹല്ലേലൂയ മറ്റുള്ള മക്കളെക്കാൾ അധികം ജോസഫിനെ സ്നേഹിച്ചിരുന്നു. God loved Joseph more than all his brethren. അത് സഹോദരന്മാർക്ക് ഹല്ലേലൂയ അത് ഉള്ളത്തിൽ വെറുപ്പായി തീർന്നു. So the brothers have envy. They were jealous over Joseph. കാരണം ആമേൻ ജോസഫിനോട് ഹല്ലേലൂയ സ്വന്തം കൂടുതൽ പിതാവിന് സ്നേഹം തോന്നാൻ കാരണം അവൻ ദൈവിക ദർശനങ്ങളൊക്കെ കാണുകയും വളരെ അനുസരണമുള്ള ഹല്ലേലൂയ ആമേൻ മാതാപിതാക്കൾ പറയുന്ന ഒരു ഹല്ലേലൂയ കുട്ടിയായിട്ട് വളർന്നു വന്നുകൊണ്ട് അവനോട് കൂടുതൽ സ്നേഹം The ഉണ്ടായിരുന്നു. father has more love towards Joseph because he was the son of his old age. Plus, hallelujah, he was seeing dreams from God, and he was an obedient child of God. That's why the father loved Joseph more than any other sons. ആമേൻ. അതുകൊണ്ടാണ് ആമേൻ ഹല്ലേലൂയ അവരുടെ സഹോദരന്മാർ അധികം അവനെ പകയ്ക്കാൻ ഇടയായിത്തീർന്നു. So the more the father loved him, the more the brothers were envious towards ആമേൻ. Joseph. അവനോട് സമാധാനത്തോടെ സംസാരിപ്പാൻ പോലും അവന്റെ സഹോദരന്മാർ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അതിന് മെനക്കെട്ടില്ല. And the brothers could not speak to him with peace. ആമേൻ. ഹല്ലേലൂയ 37 അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് ഹല്ലേലൂയ സ്വതന്ത്രഭാഗങ്ങള്. It's all written in chapter 37 of Genesis. ആമേൻ. ഹല്ലേലൂയ പിതാവ് ഹല്ലേലൂയ അവനെ ഹല്ലേലൂയ സഹോദരങ്ങളുടെ ആമേൻ ക്ഷേമം അന്വേഷിക്കാൻ പറഞ്ഞയക്കുകയാണ്. And one day father told Joseph to go and look after your brothers in the field. ആമേൻ. ദൂരത്ത് നിന്ന് വരുന്നത് കണ്ടപ്പോൾ തന്നെ സഹോദരന്മാർ പ്ലാൻ ചെയ്തു ഇവനെ എങ്ങനെയെങ്കിലും അവനെ കൊല്ലണമെന്ന്. And when the brothers saw Joseph far away, they conspired together. Let us kill Joseph. Here comes the dreamer. അവൻ ആദ്യം അവനെ പെട്ടക്കിണറ്റ് ഇടവാനിക്കൊണ്ട് ഇടയായിത്തീർന്നു. And they put him in a pit first. ആമേൻ. പിന്നീട് അവർ ഇസ്മായിലിയർക്ക് 20 വെള്ളിക്കാശിന് വിൽക്കുവാൻ ഇടയായിത്തീർന്നു. And they sold Joseph to Ishmaelites for 20 pieces of silver. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ 37 അധ്യായം അവസാനിക്കുകയാണ്. And that's the end of 37th chapter. ആമേൻ. 38 അധ്യായത്തിൽ നാം കാണുന്നത് യഹൂദയെക്കുറിച്ചുള്ള ചരിത്രമാണ് നാം കാണുന്നത്. Once we come to chapter 38, this is the story of Judah. ആമേൻ. 39 അധ്യായത്തിൽ തുടക്കം മുതൽ ഹല്ലേലൂയ സ്വന്തം ആമേൻ യോസേഫിന്റെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുന്നു. In chapter 39, there's a turning point in Joseph's life. അവിടെ പോത്തിഫറിന്റെ അടിമയായി മിസ്രയീമിന്റെ ആമേൻ അടിമയായി ജോസഫ് അവിടെ കഴിയുകയാണ്. And Joseph was a worker, a slave in Potiphar's house. ആമേൻ. ഒരു അടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ അവൻ എപ്പോഴും യജമാനൻ പറയുന്നത് അതുപോലെ പൂർണ്ണമായി അനുസരിക്കണം. A slave should obey the master in everything. ആമേൻ. അവൻ അനുസരിച്ചില്ല എങ്കിൽ ഹല്ലേലൂയ അവനെ വല്ലാതെ ഹല്ലേലൂയ നിഷ്കരണം ഉപദ്രവിക്കും. If he
was disobedient to the master, they will attack him with no mercy. ആമേൻ. കൊന്നാൽ പോലും ഹല്ലേലൂയ അതിനെ ആരും ചോദിക്കാൻ വരികയില്ല. Nobody will question him if he even kill him. ആമേൻ. ഇതിന്റെ എല്ലാം നടുവിൽ നാം ഹല്ലേലൂയ 39 അധ്യായം 2-ാം വാക്യത്തിൽ ഹല്ലേലൂയ പറയുന്നുണ്ട്. ഹല്ലേലൂയ ആമേൻ. യഹോവ ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നതിനാൽ അവൻ കൃതാർത്ഥനായി എന്നാണ്. In spite of all this, in chapter 39 verse 2, and the Lord was with Joseph, and he was a prosperous man, and he was in the house of his master the Egyptian. ആമേൻ. ഇപ്പോൾ ജോസഫിന്റെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്വാതന്ത്ര്യമില്ലാതെ വിൽക്കപ്പെട്ടവനായി ഹല്ലേലൂയ മറ്റൊരുത്തന്റെ മേൽ ഹല്ലേലൂയ അവന്റെ മേൽ കർത്തൃത്വം നടത്തുന്ന അവസ്ഥയാണ്. Now we can see Joseph. Now he has no freedom, but he is the slave of the Potiphar. ആമേൻ. ഇവിടെ തന്റെ മാതാപിതാക്കൾ തന്നോടൊപ്പം ഇല്ലായിരുന്നു. He has no parents with him. ഹല്ലേലൂയ. എന്നാൽ യോസഫിനോടുകൂടെ യഹോവ ഉണ്ടായിരുന്നു. But hallelujah, God was with Joseph. ആമേൻ. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ നമ്മളെ ഓരോരുത്തരെയും ഓരോ പുതിയ ഫേസിലേക്ക് എത്തിക്കുവാൻ തക്കണം. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ നോക്കിയിരിക്കുകയാണ്. Yes, God wants to take us to the next phases of life. ആമേൻ. ദൈവത്തിന്റെ സാന്നിധ്യം എല്ലാത്തിനെയും അതിജീവിക്കാൻ തക്കണം ദൈവം കൃപ നൽകുന്നു. God will give us the grace so we can overpower every obstacles in our life. ആമേൻ. ഇവിടെ കയറി വരിക എന്നുള്ള ശബ്ദത്തോടുകൂടിയായിരിക്കും ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ ആയിരിക്കുന്നത്. It may be hallelujah, by the voice from God you come up hither. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ എത്രയും ദൈവത്തോട് നമ്മൾ അടുത്ത് വരുന്നു അത്രയും ഹല്ലേലൂയ ദൈവം നമ്മളെ ഉയർത്തുവാൻ തക്കണോടെയായിരിക്കും. The more you come closer to Jesus Christ, he will exalt you. അങ്ങനെ വരുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് ഓരോ നിമിഷവും ഹല്ലേലൂയ അനുഭവിക്കാൻ തക്കണോടെയായിരിക്കും. That's how you can enjoy, experience the presence of God in your life. ആമേൻ. നമ്മൾ ചെറിയ സാഹചര്യങ്ങളെ നമ്മൾ നോക്കരുത്. Don't look at the small, petty circumstances. സാഹചര്യം നമ്മൾക്ക് ഒരിക്കലും അനുകൂലമായിരിക്കില്ല. The circumstances may not be favorable to you. ദൈവത്തിന്റെ സാഹചര്യവും സമയവും ദൈവത്തിന് ഒരു പ്രശ്നമല്ല. It doesn't matter for God that your circumstances. ആമേൻ. വാഗ്ദത്തം ദൈവം വിശ്വസ്തനായ ദൈവമാണ്. God who gave you the promise is faithful to fulfill it. അത് അവൻ നിവർത്തിക്കുക തന്നെ ചെയ്യും. He will fulfill it in our life. വാഗ്ദത്തം ചെയ്തവൻ പറയുകയാണ് ഞാൻ നിന്നോട് കൂടെയുണ്ട് ഹല്ലേലൂയ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. The word of God says the one who promised he will be with you forever. ആമേൻ. ഹല്ലേലൂയ. എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഹല്ലേലൂയ സ്തോത്രം എന്ന നമ്മുടെ ചുറ്റുപാടുകളെ സാഹചര്യങ്ങളെയും പ്രതികൂലത്തിന്റെ എല്ലാം നടുവിൽ ദൈവം ഹല്ലേലൂയ എന്റെ കൈപിടിച്ച് നടന്നെന്ന് വിശ്വസിക്കുന്ന ഹല്ലേലൂയ ദൈവത്തിന്റെ ഒരു പൈതലിന് ഹല്ലേലൂയ ആമേൻ ദൈവം എന്നോട് കൂടെ ഉണ്ടെന്ന് ക്ലെയിം ചെയ്യുക ഹല്ലേലൂയ ആമേൻ ഈസിയാണ്. And it's easy for us to claim that God is with me. So in spite of all the oppositions and circumstances which I am facing, my God is with me. He is holding my hand and he will make me walk through waters and fire. ആമേൻ. വചനം പറയുന്നു എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിനെ പാഞ്ഞേലും ഹല്ലേലൂയ എന്റെ മുൻപിലുള്ള മതിലുകളെല്ലാം ഞാൻ ചാടിക്കടക്കുമെന്നാണ് അവിടെ The പറഞ്ഞിരിക്കുന്നത്. word of God says with God I can leap over the wall and run through the truth. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ഇതെല്ലാം നാം ധൈര്യത്തോടെ ദൈവത്തിനെ ക്ലെയിം ചെയ്ത് പറയണം. So we need to, hallelujah, be bold and with confidence we can say, my God is with me and I will leap over the wall and run through the truth. ആമേൻ. ദൈവസഭ ഒരുക്കപ്പെടുന്നത് ആമേൻ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ടാണ്. The church is getting ready for the coming of Jesus Christ because of the presence of God in our life. ആമേൻ. അടുത്ത പടിയിലേക്ക് ദൈവം നമ്മളെ ഉയർത്തുന്ന നമുക്ക് ദൈവം നൽകിയ വാഗ്ദത്തങ്ങളാണ്. The promises of God, hallelujah, pull us towards the next phases of life. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഈ വാഗ്ദത്തങ്ങളെയൊക്കെ പ്രാപിക്കുന്നതിന് തടസ്സമായി സംശയിക്കുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. There may be circumstances which will bring doubt in your life. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ നാം സംശയിക്കുന്നത് നാം ഓർക്കണം ആരാണ് നമ്മൾ എന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നത്. So do not doubt of any circumstances, but we have to think who is holding my hands all the time. ഹല്ലേലൂയ. ആരും എന്നോട് കൂടെ ഇല്ലെങ്കിലും എന്റെ ദൈവം എന്നോട് യഹോവ എന്നോട് കൂടെ ഉണ്ടെന്ന് ധൈര്യമായി ഉച്ചത്തിൽ പറയണം. We can speak it loudly that even though nobody is with me, God is with me. ആമേൻ. ഹല്ലേലൂയ. ജോസഫ് ഈ സാഹചര്യത്തെ നോക്കിയില്ല. ഹല്ലേലൂയ. തന്നെ ഹല്ലേലൂയ ആമേൻ പൊത്തിഫറിനെ നോക്കിയില്ല. തന്നെ ഈ സ്ഥിതി എത്തിച്ച സഹോദരങ്ങളെ നോക്കിയില്ല. ഇതിന്റെ എല്ലാം നടുവിൽ തനിക്ക് വാഗ്ദത്തം ചെയ്ത ഒരുവനുണ്ട്. എന്നെ കൈവിടാത്തവൻ എന്റെ ദർശനം തന്നവൻ ആ ദൈവത്തിന്റെ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ടെന്ന് അവൻ പറയുവാൻ തക്കണയായിരുന്നു. Joseph had the assurance that the one who hallelujah called me, the one who gave me the dream, he is faithful and that God will bring me to the right place and a place of honor in spite of all the oppositions and problems and through the brothers and through the Pharaoh, through the Potiphar, and he was not worrying about any of those because he had the assurance that God is with me and he will do what he promised in my life. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രമായി പണത്തിന്റെ പ്രോസ്പെറിറ്റി ഹല്ലേലൂയ ധനത്തെ പറ്റിയൊക്കെയും ഹല്ലേലൂയ അനേകർ ഹല്ലേലൂയ പ്രസംഗിക്കുന്നുണ്ട്. Many people preach about prosperity. ആമേൻ. എനിക്കിവിടെ പറയാനുള്ളത് പ്രോസ്പെറിറ്റി ഓഫ് ദ പ്രസൻസ് ഓഫ് ഗോഡിനെ കുറിച്ചാണ് ഇവിടെ പറയാനുള്ളത്. Today I am talking about the prosperity of the presence of God in my life. ആമേൻ. ദൈവ സാന്നിധ്യത്തിന്റെ സമ്പന്നത അതാണ് അഭിവൃദ്ധി ഹല്ലേലൂയ സ്തോത്രം. ഇതാണ് നമുക്ക് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. God offered us and promised us the prosperous life in
Jesus Christ. ആമേൻ. പഴയ നിയമത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മോശ പറയുന്നുണ്ട്, ദൈവമേ നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ നീ എന്നെ അയക്കരുത് എന്ന്. In Old Testament, Exodus, Moses said, Lord, unless you go with me, don't let me go. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നാൽ ആരൊക്കെ നമുക്കെതിരായി വന്നാലും നമുക്ക് ഭയപ്പെടേണ്ട വിഷയമില്ല. If God's presence is with you, you don't have to be afraid of any circumstances or oppositions coming against you. ആമേൻ. ദൈവത്തിന്റെ സാന്നിധ്യം യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് യോസഫിന് പൊട്ടക്കിണറ് പ്രശ്നമായിരുന്നില്ല. The pit was not a problem for Joseph because God was with him and he had the assurance. കാരാഗ്രഹം ജോസഫിന് ഒരു പ്രശ്നമായിരുന്നില്ല. The jail was not a problem for Joseph because Joseph had the assurance that God is with me. ആമേൻ. ദൈവസാന്നിധ്യം ഉണ്ടായിരുന്ന ദാവീദ് പറയാണ്, ഒരു സൈന്യം എന്റെ പാളയം ഇറങ്ങി വന്നാലും ഞാൻ ഭയപ്പെടുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. David, who had the assurance that God was with him, and he said, even though a host will come against me, I will not be afraid. ആമേൻ. യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നതിനാൽ അവൻ കൃതാർത്ഥനായി തീർന്നു എന്നാണ് അവിടെ And he പറഞ്ഞിരിക്കുന്നത്. was satisfied because God was with him. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അവന്റെ ദൈവത്തിന്റെ പ്രസൻസ് ആണ് ഹല്ലേലൂയ അവനെ ഹല്ലേലൂയ അനുഗ്രഹത്തിലേക്ക് നയിച്ചത്. The presence of God made David as a great man. ആമേൻ. ഹല്ലേലൂയ. പ്രോസ്പെറസ് ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അനേക മീനിംഗ് ഉണ്ട്. ഹല്ലേലൂയ. സ്വതന്ത്രം, ഫ്ലോറിഷിംഗ്, സക്സസ്ഫുൾ, പ്രോഫിറ്റബിൾ എന്നൊക്കെ തഴച്ചു വരുന്ന സമ്പന്നമായ അഭിവൃദ്ധിയുള്ള എന്നൊക്കെ അതിന്റെ അർത്ഥമാണ്. Prosperity has many meanings, flourishing and growing. ആമേൻ. ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഇതെല്ലാം ആ ഒരു പാക്കേജായി നമുക്ക് ലഭിക്കുന്നതാണ്. If you have the presence of God with you, it's like a package. In every areas of your life, you're going to flourish. ആമേൻ. ഇന്നത്തെ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിന്റെ ഹല്ലേലൂയ പ്രധാന ഹല്ലേലൂയ അടിസ്ഥാനം ഹല്ലേലൂയ ദൈവ സാന്നിധ്യമാണ്. Today's topic is about God's presence. ആമേൻ. All we need the presence of God. So what? Amen. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ ആത്മീയമായ അഭിവൃദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. You can be prosperous in your journey, in your spiritual journey, only by the presence of God. ആമേൻ. അതുകൊണ്ട് നമ്മളെല്ലാവരും മോശ പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കണം, ദൈവമേ നിന്റെ സാന്നിധ്യം എനിക്ക് ആവശ്യമാണ്. So we need to pray like Moses, like Lord, and I need your presence. Unless you go with me, don't let me go. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അമാനുഷ ശക്തിയാണ് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ. Once the presence of God is upon you, hallelujah, you God will use with the supernatural power. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആ ശക്തിയായിരിക്കും നമ്മളെ ഹല്ലേലൂയ നയിക്കുന്നത്, നമ്മുടെ സഭയെ നയിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ സാന്നിധ്യത്താൽ നമ്മൾ നിറയുവാൻ കിട്ടുകയാണ്. That power, that supernatural, is from the Spirit of God and from the presence of God, and you, the church, will be led by the power of God. ആമേൻ. ആ സാന്നിധ്യത്തിൽ ഹല്ലേലൂയ നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും ഹല്ലേലൂയ മറുപടി There ലഭിക്കുന്നതായിരിക്കും. is answer for all our questions in the presence of the Lord. ആമേൻ. ഹല്ലേലൂയ. സ്വതന്ത്രം. ആ സാന്നിധ്യം അനുഭവിച്ച പത്രോസ് മറുരൂപമാലയിൽ വെച്ച് പറഞ്ഞത് ഹല്ലേലൂയ നമുക്ക് ഒരേ സ്വരത്തിൽ പറയാൻ കഴിയണം, ഇവിടെ ഇരിക്കുന്നത് നല്ലതെന്ന്. Peter, once he experienced, he has seen the transfiguration of Jesus Christ on the mount, and the transfigured mount, and Peter said, it is good for us to be here. ആമേൻ. ഹല്ലേലൂയ. നോക്കിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ കർത്താവ് താൻ സ്നേഹിക്കുന്ന 3 ശിഷ്യന്മാരുമായി ഹല്ലേലൂയ മറുരൂപമാലയിലേക്ക് കടന്നു പോകാൻ ഇടയായി The തീർന്നു. Mount of Transfiguration, there was 3 disciples, that is Peter, John, and James. ആമേൻ. ഹല്ലേലൂയ. അവർക്ക് ഹല്ലേലൂയ സ്വതന്ത്രം അവരെ ശിഷ്യന്മാരോട് ഉറങ്ങിപ്പോയതായിട്ട് കാണുന്നുണ്ട്. And we can see these 3 disciples that they are sleeping. യേശു ആ സമയത്തും പ്രാർത്ഥിക്കുകയായിരുന്നു. Even then Jesus was praying. ആമേൻ. യേശുവിന്റെ തേജസ് ആമേൻ ഹല്ലേലൂയ പ്രത്യക്ഷപ്പെടുവാൻ തക്കണം ഇടയായി തീർന്നത് ശിഷ്യന്മാർ കണ്ട് കാണുവാൻ തക്കണം ഇടയായി തീർന്നു. The disciples saw Jesus Christ appeared in glory. ഹല്ലേലൂയ. അപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഇവിടെ കുടിൽ കെട്ടണമോ മരം വെട്ടണമോ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നും ഹല്ലേലൂയ. കാരണം അവർക്ക് താഴോട്ട് പോകുന്നതിൽ ഹല്ലേലൂയ സാന്നിധ്യം കണ്ടു കഴിഞ്ഞപ്പോൾ താഴോട്ട് പോകാൻ അവർക്ക് താല്പര്യമില്ല. Once the disciples saw the glory of Jesus Christ, they didn't want to go down to the valley. They are asking, we can do anything. We can cut the tree and make a house. And so we don't want to go down. We could be better staying here. ആമേൻ. അവിടെ ഇറങ്ങിയ ദൈവ തേജസ് ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അവർക്ക് ശിഷ്യന്മാർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ളതായിരുന്നു. Hallelujah. That was such a great, glorious appearance of Jesus Christ, and it is beyond comprehension to the disciples. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആദിമകാലത്ത് ഉണ്ടായ ഉണർവുകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിന്റെ അത്യന്ത ശക്തി ഹല്ലേലൂയ അനേകരുടെ മേൽ വന്ന് ഹല്ലേലൂയ മണിക്കൂറുകളോളം ആമേൻ ആഴ്ചകളോളം ഹല്ലേലൂയ അവരായിരുന്ന സ്ഥാനത്ത് തന്നെ ദൈവത്തെ ഹല്ലേലൂയ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുവാൻ ഇടയായി തീർന്നു. Once we think about the revival meetings in the first century, Christians, hallelujah, we can see those revivals were there for weeks and months. ആമേൻ. ആ ശക്തി നമ്മുടെ ഓരോരുത്തരുടെ മേലും ഹല്ലേലൂയ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ നമ്മൾ നടന്നു പോകുമ്പോൾ ഹല്ലേലൂയ നിഴൽ തട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ രോഗികൾ സൗഖ്യമാകും, പാപികൾ മാനസാന്തരപ്പെടും. ആമേൻ. ഹല്ലേലൂയ ദൂഷ്ട പിശാച് ഹല്ലേലൂയ വിറയ്ക്കുവാൻ ഇടയായി തീരും. Yes, they had a great power of God fell upon them. So even
when they walked, the shadow fell on people and they got healed, and they were preaching gospel, and people got freed from demon spirits, and people they were set free by the mighty power of Holy Spirit upon them. ആമേൻ. ആ ശക്തിയാൽ എനിക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചാൽ പ്രാപിച്ചു കഴിഞ്ഞാൽ അനേകരിലേക്ക് അതിന്റെ പ്രതിഫലനം ഹല്ലേലൂയ ആമേൻ പകരപ്പെടുവാനൊക്കെ ഇടയായിത്തീരും. And once you're full of that kind of power, hallelujah, once you are walking, you're talking to people, that will be reflecting on other people's life. ആമേൻ. ഹല്ലേലൂയ ആമേൻ. ജെനസിസ് 39:3 നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ ചെയ്യുന്നത് യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ ചെയ്യുന്നതൊക്കെ യഹോവ സാധിപ്പിക്കുന്നുവെന്നും അവന്റെ യജമാനൻ കണ്ടു. ആമേൻ. അതുകൊണ്ട് ജോസഫിന് അവൻ രക്ഷനായി തീർന്നു. Genesis 39:3, and his master saw that the Lord was with him, and that the Lord made all that he did to prosper in his hand. ആമേൻ. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മേൽ പകരുന്നത് ദൈവം ഹല്ലേലൂയ അനേകർക്ക് പ്രയോജനമായി തീരാൻ കാരണമായി തീരും. Once we walk in the presence of the Lord, we will be profitable to the kingdom of God, and we can guide many people to the presence of God. ആമേൻ. ആ സാന്നിധ്യം കൊണ്ട് അനേക സാക്ഷികളെ എഴുന്നേൽപ്പിക്കുവാൻ കഴിയും. And God will raise up a lot of witnesses, hallelujah, from our life. ആമേൻ. നമ്മൾ പ്രാർത്ഥിക്കുന്ന സാക്ഷികളുടെ വലിയൊരു കൂട്ടം നമ്മുടെ ചുറ്റും നിൽക്കാൻ പോവുകയാണ്. We're going to see the group of witnesses surrounding us. ആമേൻ. അതിനാവശ്യം ദൈവസാന്നിധ്യത്തിന്റെ ഒരു ഒഴുക്ക് നമ്മുടെ ഇടയിലേക്ക് ഉണ്ടാകണം. We need the presence of God should flow in our life. ആമേൻ. ദൈവിക സാന്നിധ്യത്തിന്റെ സമ്പന്നത ആമേൻ ദൈവസജനത്തിന്മേൽ വ്യാപരിക്കണം. And the riches of the presence of God should be in our life. ആമേൻ. നമ്മുടെ ജീവിതത്തിലുണ്ട ആത്മീയ അഭിവൃദ്ധി അതുമൂലമുണ്ടാകുന്ന സന്തോഷം അതാണ് ഹല്ലേലൂയ ആമേൻ ദൈവത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്നത്. We need the riches of His presence in our life and flourishing, and it will enable us to flourish in the kingdom of God. ആമേൻ. ദൈവ വിഷയമായി നമ്മൾ സമ്പന്നരാകണം. We must be rich in the presence of God. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ നമ്മൾ ഒരു കഥ ഹല്ലേലൂയ പഠിച്ചിട്ടുണ്ട്. സമ്പന്നനായ ഒരു മനുഷ്യൻ ഹല്ലേലൂയ അവനുള്ളതെല്ലാം കൂട്ടിവെച്ചിട്ട് ഹല്ലേലൂയ പറയുകയാണ്, തിന്നുക കുടിക്കുക ആനന്ദിക്കുക ഹല്ലേലൂയ എന്ന് പറയുന്ന ശബ്ദം ഹല്ലേലൂയ നമ്മൾ വായിക്കാൻ തക്കണം കാരണമായി. We can read about a rich man in the Bible, and in book of Luke, that this guy had a lot of harvest, and he put he made a new barn and a lot to collect all these things, and he told to himself, eat and drink and marry. ആമേൻ. ഉടനെ ഞാൻ കേൾക്കുന്ന ഒരു ശബ്ദമാണ്, മൂടാ, ഇന്ന് നിന്റെ ജീവിതം ചോദിച്ചാൽ നിന്റെ നിത്യത എവിടെ നീ ചെലവഴിക്കും? Then he heard a voice from God, you fool, if you die today, where are you going to spend your eternity? ആമേൻ. ദൈവ വിഷയമായി സമ്പന്നരാകാത്തവരുടെ സ്ഥിതി ഇതാണ്. This is the situation of a person who is not acquiring riches in the presence of the Lord. ആമേൻ. ദൈവ സാന്നിധ്യത്തിന്റെ സമ്പന്നതയാണ് നമുക്കുണ്ടാകേണ്ടത്. We need an enrichment in the presence of the Lord. ആമേൻ. 31 ഹല്ലേലൂയ ആമേൻ. ജെനസിസ് 31 അധ്യായത്തിൽ പല ഭാഗത്തും നമ്മൾ കാണുന്നുണ്ട്, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു ഹല്ലേലൂയ ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു ഹല്ലേലൂയ വായിക്കുന്നു. We see many times in this chapter 39 that God was with Joseph multiple times. ആമേൻ. നമ്മൾ മറുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ ആമേൻ അവൻ അടിമത്തത്തിലാണ്. And if you look at one way he is in a slavery, അവനെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അവന് ചുറ്റും പ്രതികൂലമാണ്. and he has a lot of oppositions in his life. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ. ഇതൊന്നും താൻ ചിന്തിക്കുകയോ ഇതൊന്നും സംഭവിക്കുമോ എന്ന് ഹല്ലേലൂയ ആമേൻ അവനു മുൻപേ ഹല്ലേലൂയ ഒരു ശബ്ദം ദൈവത്തിൽ നിന്ന് കേൾക്കാൻ ഇടയായില്ല. Joseph never thought, or he never knew that this is what is going to happen in his life before. ആമേൻ. ദർശനത്തിലോ കൂടെ വെളിപ്പാടിൽ കൂടിയോ ദൈവനോട് ഇടപെട്ടില്ല. God did not spoke to him when he had the dream. God did not tell him that this is kind of suffering you have to go through to achieve the dream. എന്നാൽ ഒരു കാര്യമാണ്, യഹോവ ഒരു യാഥാർത്ഥ്യമാണ്. ആമേൻ. യഹോവ അവനോട് കൂടെ But ഉണ്ടായിരുന്നു. one thing is true, that God was with him. അതുകൊണ്ട് അവൻ കൃതാർത്ഥനായി തീർന്നു. That's why he was so satisfied. ഹല്ലേലൂയ ആമേൻ. All we need your presence. We need the presence of the Lord in our life. ആമേൻ. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ ചരിത്രമെടുത്ത് ജീവിതചരിത്രമെടുത്ത് നോക്കുക. We can look at the history of Israel people. ആമേൻ. ദൈവത്തിന്റെ സാന്നിധ്യം ഹല്ലേലൂയ അവരോട് കൂടെ The ഉണ്ടായിരുന്നു. presence of God was with Israel. ആമേൻ. രാത്രിയിൽ അവർക്ക് നിസ്തംഭവും ഹല്ലേലൂയ പകൽ അവർക്ക് മേഘസ്തംഭവുമായി ഹല്ലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യം അവരെ നയിച്ചു. God's presence was with them. Israel people like a fiery pillar in the night and cloud in the daytime. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. രാത്രിയിൽ അവർക്ക് വെളിച്ചം ലഭിച്ചു. God gave them light in the night time. ആമേൻ. ഹല്ലേലൂയ. സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അവർക്ക് ആഹാരം ലഭിച്ചു. Because the presence of God was with them, they were fed. ആമേൻ. സകല പ്രതികൂലങ്ങളെയും തരണം ചെയ്യാൻ കഴിഞ്ഞത് ആ സാന്നിധ്യം അവരുടെ കൂടെ Because ഉണ്ടായിരുന്നുകൊണ്ടാണ്. God's presence was with them, they could overpower any kind of problems in their life. ആമേൻ. ആ ശക്തിയെ അവരെ മൂടിയിരുന്നുകൊണ്ട് ശത്രുക്കൾക്ക് ഹല്ലേലൂയ അവരൊന്നും ചെയ്യാൻ The കഴിഞ്ഞിരുന്നില്ല. enemy could not touch them because of the Shekinah glory was following them whichever place they were gone. ആമേൻ. ഹല്ലേലൂയ. സ്വന്തം കൊണ്ടാണ് മോശ പ്രാർത്ഥിച്ചത്, ദൈവമേ നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ അയക്കരുത്. That's why Moses prayed, unless your presence goes with us, don't let us go. ആമേൻ. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ സ്തോത്രം. പുതിയ നിയമത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന വലിയ വാഗ്ദത്തമാണ് മത്തായിയുടെ സുവിശേഷം 28:20. Matthew 28:20, there is a great promise for us.
them to observe all things whatsoever I have commanded you, and lo, I am with you always, even unto the end of the world. അതാണ് നമുക്ക് ഏറ്റവും ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ സ്വന്തം ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തം. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. It's a great promise God gave us, that I will be with you all throughout the end of the world. Amen. Not for the one day till the end of the age. It's not just one day His presence with us, but His presence is with us. God says, I am with you always, even until the end of the world. That is the greatest promise of God given us. It's a great promise God has given to us. Hallelujah. Amen. അവസാനമായി ദൈവം തന്റെ വചനത്തിൽ കൂടി ഹല്ലേലൂയ വാഗ്ദത്തമാണ് അത്. This is the last promise God is giving to people before He was ascending to heaven. ആമേൻ. ഉയരത്തിലേക്ക് താൻ കയറി പോകുന്നതിന് മുമ്പായി കർത്താവ് പറഞ്ഞതാണ്, എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. This is the last promise God given to people just before He was ascending to heaven. അതിനപ്പുറം ഒരു വാഗ്ദത്തമില്ല. There is nothing beyond that promise. അബ്രഹാമിന്റെ അനുഗ്രഹം ഹല്ലേലൂയ സ്വന്തം ക്രിസ്തുയേശുവിൽ കൂടി നമുക്കുണ്ട്. And the promises of Abraham and the blessings of Abraham given to us through Jesus Christ. ആമേൻ. ആ വാഗ്ദത്തങ്ങളെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്താണ്. All those promises we can achieve only through the presence of God. ആമേൻ. ഏറ്റവും ഹല്ലേലൂയ സ്തോത്രമായ വലിയ വാഗ്ദത്തം നമുക്ക് താൽക്കാലികമായി ലഭിക്കുന്നതല്ല. And the greatest promises of God, hallelujah, it is not temporary in our life. ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. God says, I will be with you to the end of the world. ആമേൻ. പഴയ നിയമത്തിൽ യോസേഫിന് ഹല്ലേലൂയ ആമേൻ കൂടെ ആമേൻ ഹല്ലേലൂയ സാന്നിധ്യമേ ഹല്ലേലൂയ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നുള്ളൂ. In Old Testament, hallelujah, God's presence was with him in ഹല്ലേലൂയ. Joseph. നാമേ പുതിയ നിയമത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ ചോദിക്കാത്ത ഹല്ലേലൂയ യേശുക്രിസ്തു ഇങ്ങോട്ട് പറയാണ്, ഞാൻ ആമേൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ട്. And in New Testament, God is talking to us, hallelujah, even without me asking Him, that I am with you always, even into the end of the world. ആമേൻ. ഹല്ലേലൂയ. അർഹതയില്ലാത്ത സ്ഥാനത്ത് നമ്മളെ സ്നേഹിച്ച് ദൈവം ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ നൽകിയ വാഗ്ദത്തമാണ്, ഞാനോ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് വാഗ്ദത്തം നൽകിയിരിക്കുന്നത്. God gave us the promise even when we are not worthy, hallelujah, for anything from God. ആമേൻ. ഈ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ഹല്ലേലൂയ ആമേൻ ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. Let us seek, what is the benefits of this presence of God? ആമേൻ. His presence gives rest and peace. ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് സ്വസ്ഥതയും സമാധാനവും നൽകുന്നു. And His presence gives us rest and peace. ആമേൻ. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 34:14-15 വായിക്കാം. Exodus 34:15 and 16. നമ്മൾ വായിച്ചാണ് നമ്മൾ വായിക്കുന്നത് നല്ലതായിരിക്കും. Lest thou make a covenant with the inhabitants of the land, to go after their gods, and do sacrifice unto their gods, and one call thee, and thou eat of the sacrifice. And thou take of their daughters unto thy sons, and their daughters go after their gods, and make their sons go after their gods. 33, 14 and 33. Yeah, I think 33. 33. 33. And He said, my presence shall go with thee, and I will give thee rest. And He said unto him, if thy presence go not with me, carry us not up hence. For wherein shall it be known here that I and thy people have found grace in thy sight? Is it not in that thou goest with us? So shall we be separated, and I and thy people, from all the people that are upon the face of the earth. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ സമാധാനവും സ്വസ്ഥതയും നൽകുന്നു. The presence of God gives us rest and peace. ആമേൻ. എത്രമാത്രം സാന്നിധ്യം അനുഭവിക്കാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയുമോ ഹല്ലേലൂയ അത്രയും സ്വസ്ഥതയും സമാധാനവും നമുക്ക് ലഭിക്കും. How much God's presence is with you, that much you will enjoy the rest and the peace. ആമേൻ. ഹല്ലേലൂയ. സ്വന്തം ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് ഹല്ലേലൂയ ഉറപ്പും ധൈര്യവും നൽകുന്നു. The presence of God gives us assurance and confidence. ആമേൻ. ആമേൻ. ഐശ്വര്യം നൽകുന്നു. And it gives us prosperity. ഹല്ലേലൂയ. സ്വന്തം ഒരു വേദനയുള്ള സമയങ്ങളിൽ ഹല്ലേലൂയ ഒരു രോഗ സമയത്ത് ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ കരങ്ങളിൽ അവരെ ഹല്ലേലൂയ പിടിക്കുന്നെങ്കിൽ ഹല്ലേലൂയ നമുക്ക് ധൈര്യം ലഭിക്കുന്നു. You are encouraged when God's presence is with you. ആമേൻ. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം കൊണ്ടുണ്ടാകുന്നത് ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. We receive confidence from the presence of God. ആമേൻ. ഏത് സാഹചര്യത്തെയും അതിജീവിക്കാൻ കഴിയും. God gave us the power to overcome any situations in our life. ഹല്ലേലൂയ. ആ സാന്നിധ്യത്തിന്റെ സമ്പന്നതയാണ് നമുക്ക് ആവശ്യം. And we need the prosperous life journey and with the presence of God in our life. ദൈവമക്കൾക്ക് എല്ലായ്പ്പോഴും എല്ലാം അനുകൂലമായിരിക്കില്ല. Not everything will be favorable in your life. ആമേൻ. ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാനാണ് ദൈവത്തിന്റെ സാന്നിധ്യം ദൈവം നമുക്ക് നൽകുന്നത്. The presence of God tells us to be of good courage.
ആമേൻ ആമേൻ ജോഷുവയോട് ദൈവം പറയുകയാണ് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും. God spoke to Joshua, be of good courage. എങ്കിൽ ഞാൻ മോശയോട് കൂടെ ഇരുന്ന പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. And like I was with Moses, I will be with you. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. മോശയോട് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ആമേൻ ജോഷുവയോട് പറയുകയാണ് ദൈവവചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ നീയും ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ മോശയെ പോലെ ജയിക്കുമെന്ന്. You will be overpowering like Moses if you turn not to right or left from the word of God. ആമേൻ ഹല്ലേലൂയ. മോശ നന്മ പ്രാപിച്ചെങ്കിൽ ജോഷുവയെ നീ നന്മ പ്രാപിക്കും. Oh Joshua, you will be hallelujah flourishing in all good things. Hallelujah, if you like Moses was flourishing in his life. ആമേൻ ഞാൻ മോശയോട് കൂടെ ഇരുന്നവനെ ശക്തീകരിച്ച പോലെ ഞാൻ നിന്നെ ശക്തീകരിക്കും. Like I empowered Moses, I am going to empower you, Joshua. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഇസ്രായേൽ മക്കളെ നടത്തുവാൻ നിൽക്കണം. മോശ ആമേൻ 40 വർഷം മോശയ്ക്ക് ബലം ലഭിച്ചെങ്കിൽ ആമേൻ ജോഷുവയുടെ മേലും ആ ബലം പകരുമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. God gave the strength to Moses so he could guide Israel people for 40 years. So God says to Joshua, you will receive the same power to be with these people. ആമേൻ ദൈവമക്കളെ കഴിഞ്ഞ വർഷത്തേക്കാൾ ആമേൻ പുതിയ ബലവും ശക്തിയും പ്രാപിപ്പാൻ തക്കണം. ഹല്ലേലൂയ. ആത്മീയ സമ്പന്നത നമുക്ക് ആവശ്യമാണ്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. Children of God, we must be prosperous in every life journey with Jesus Christ. More than last year, we need the more power from God to live in this year. ആ ദൈവ സാന്നിധ്യം കൊണ്ട് നമുക്ക് ആത്മീയ അഭിവൃദ്ധി ഉണ്ടാകും. And we will be prosperous in our spiritual journey by the presence of God in our life. Amen. His presence gives us confidence. And His presence gives us confidence. Amen. His presence is care. Scare. Yeah. Amen. മറ്റാരും തരാത്ത കെയർ പരിപാലനം ആലയത്തിന്റെ സമ്പന്നത ഹല്ലേലൂയ സ്തോത്രം അവൻ നമുക്ക് നൽകുകയാണ്. God will be enriching us with the cares of presence of God. ആമേൻ. അവൻ നമ്മുടെ ഉള്ളംകൈയിൽ വഹിച്ചിരിക്കുകയാണ്. God will carry us in His hands. ആമേൻ. കണ്ണിന്റെ കഷണി പോലെ നമ്മളെ കാക്കുന്നതാണ് വചനത്തിൽ The പറഞ്ഞിരിക്കുന്നത്. word of God says God is protecting us like the apple of His eye. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് കഴിയുള്ളൂ. And only possible in presence of God's glory. ആമേൻ. ഹല്ലേലൂയ. അവൻ നമ്മളെ അടുത്തിരുന്ന് നമ്മളെ ആശ്വസിപ്പിക്കും. God will comfort us by sitting closer to us. അടുത്തിരുന്ന് അവൻ നമ്മുടെ കണ്ണീര് തുടയ്ക്കും. And God will wipe our tears. ആമേൻ. ആർക്കും നിങ്ങളെ ആശ്വസിപ്പിക്കാൻ കഴിയാത്ത സ്ഥാനത്ത് ദൈവവാഗ്ദത്തങ്ങൾ ഹല്ലേലൂയ നമുക്ക് നൽകി ഹല്ലേലൂയ. അവൻ നമ്മുടെ ഹല്ലേലൂയ ലോകാവസാനത്തോളം നമ്മളോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കും. God will comfort us by giving the promises of our life and by sitting closer to us and being with us and in all through our life. God is comforting us. ആമേൻ. അടുത്ത ഹല്ലേലൂയ പറയുന്നത് His presence is protection. Amen. അസാന്നിധ്യം നമുക്ക് സംരക്ഷണം നൽകുന്നു. And yes, He will protect us with His presence. നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മുടെ പേരൻസിന്റെ കൂടെ പോകുമ്പോൾ അവരുടെ കരമൊക്കെ പിടിച്ചു പോകുമ്പോൾ നമുക്ക് ഹല്ലേലൂയ ധൈര്യം ഉണ്ടായിരിക്കും. Yes, we were encouraged by the presence of our parents once we were little. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നു അവൻ നമുക്ക് തീമതിലായിരിക്കും. But God will be a fiery wall surrounding us. ആമേൻ. സകല മതിലുകൾ നടന്നാലും ദൈവ സാന്നിധ്യത്തിന്റെ മതിൽ തീമതിൽ നമുക്ക് ചുറ്റുണ്ടായിരിക്കും. Doesn't matter how big other walls, man-made walls, it will be broken, but the presence of God will not be broken in our life. ഹല്ലേലൂയ. ആമേൻ. സംഗീതക്കാരൻ പറയുന്ന പോലെ പരിചകൊണ്ടെന്ന പോലെ ഹല്ലേലൂയ ദയ കൊണ്ട് തന്നെ മറയ്ക്കും. God will protect us with His compassion, like we are covering us with a shield. ആമേൻ. ഹല്ലേലൂയ. ശത്രുക്കളുടെ ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ശത്രുക്കൾ രക്ഷപ്പെടേണ്ടതാണ് പരിച ഹല്ലേലൂയ പടയാളികൾ ഉപയോഗിക്കുന്നത്. The soldiers use the shield to protect themselves from the enemies. ആമേൻ. നമ്മുടെ കഴിവുള്ള വിദ്യാഭ്യാസമോ ഒന്നും ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ ഇതിനെ ജയിക്കാൻ കഴിയില്ല. Our power or might or our education or riches, it will not be protecting us, but the presence of God will be protecting us. ആമേൻ. ദൈവത്തിന്റെ സ്നേഹവും വിശ്വസ്തതയും കൊണ്ട് നമുക്ക് സംരക്ഷണയുടെ മതിൽ ഹല്ലേലൂയ ദൈവം നമുക്ക് നൽകുന്നു. With the love of God and the presence of God, God gives us that wall of protection. ആമേൻ. ദൈവം നമുക്ക് തരുന്ന നമ്മുടെ ആയുഷ്കാലം മുഴുവൻ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് നൽകുന്നതാണ്. God's presence is with us all throughout our life. ഹല്ലേലൂയ. ആ സാന്നിധ്യത്തിന്റെ സമ്പന്നത നമുക്ക് അനുഭവിക്കാൻ കഴിയും. So we can enjoy the riches of the spiritual life and by the presence of God in our life. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ തന്നെ മക്കൾക്ക് സമ്പന്നതയും സംരക്ഷണതയും ഹല്ലേലൂയ എല്ലാ സന്തോഷവും സമാനം എല്ലാ സാന്നിധ്യത്തിൽ ഹല്ലേലൂയ നൽകുകയും നമുക്ക് അനുഭവിക്കാൻ കഴിയും. God gives us the joy, love, joy, peace and hallelujah. And we will be flourishing in our Christian life by the presence of God. ദൈവം നമുക്ക് തീമതിലായിരുന്നു കഴിഞ്ഞാൽ ആ മതിലിനകത്ത് കടക്കുവാൻ ആർക്കും കഴിയില്ല. Nobody can pass through this fiery wall of protection from God. ആമേൻ. മനുഷ്യൻ കെട്ടിയ മതിൽ ഹല്ലേലൂയ സ്തോത്രം തകർന്നു പോകും. And whatever man-made walls will be broken down. ആമേൻ. നമുക്ക് പഴയ നിമിത്തം നോക്കിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം ആമേൻ. എരിഹോ മതിലിന് ചുറ്റും ഇസ്രായേൽ മക്കൾ ആർപ്പെട്ടപ്പോൾ ഹല്ലേലൂയ വലിയ ശക്തിയുള്ള മതില് ആമേൻ തകർന്നു വീഴാൻ ഇടയായി. And we know in book of Joshua chapter 6, the Jericho wall fell
broke down when the people of Israel shouted and they blew the trumpet. The priest blew the trumpet and they walked around the wall 7 times. എന്നാൽ നമുക്ക് ചുറ്റും കിട്ടുന്ന മതിൽ ഒരിക്കലും ആർക്കും തകർക്കാൻ ദൈവം കിട്ടുന്ന മതിൽ ആർക്കും തകർക്കാൻ കഴിയില്ല. But the wall of protection from God nobody can destroy. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ദൈവജനം ഒന്നിച്ച് ആർക്കുമ്പോൾ ശത്രു കിട്ടുന്ന മതിലുകളെല്ലാം തകർന്നു വീഴണം. But the enemies, whatever walls the enemy preparing against us, once we shout and once we worship His Spirit, the walls will be falling down. ആമേൻ. ദഹിപ്പിക്കുന്നവൻ ഹല്ലേലൂയ, അഗ്നിയായവൻ ഹല്ലേലൂയ, തീമേലായ നമുക്കുണ്ട്. The consuming fire that is God, and this God is surrounding us with a hallelujah fiery wall of protection. ആമേൻ. ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഹല്ലേലൂയ സംരക്ഷണം വലുതാണ്. And we have a great protection from God. ആമേൻ. ഹല്ലേലൂയ. അവൻ നമ്മുടെ ആമേൻ നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് സംരക്ഷണം നൽകിയിട്ടുണ്ട്. And whatever blessings we have from God, and God is protecting them also. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ വെറുതെ ഇരിക്കാനല്ല, ദൈവം പോവുക എന്ന് പറഞ്ഞാൽ സുവിശേഷമായി പോകാൻ നാം തയ്യാറാകണം. So if God tell us to go with the gospel, we have to be ready to go with the gospel. ആമേൻ. ഹല്ലേലൂയ. അവൻ നമ്മെ രക്ഷിക്കും. His presence gives us provision. God's presence gives us provision and protection. ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് ആവശ്യമായ ഹല്ലേലൂയ ആയതിന്റെ കരുതൽ നൽകുന്നു. And God cares for us. ആമേൻ. ഹല്ലേലൂയ. ഉദാഹരണമായി ഹല്ലേലൂയ അബ്രഹാമുമായി ചേർന്ന് യാഗം കഴിക്കാൻ മോറിയമലയിലേക്ക് പോകുന്ന ഭാഗമാണ് ആമേൻ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. And we're going to think about how Abraham and his son going to Mount Moriah to offer a sacrifice. ആമേൻ. ദൈവത്തിന്റെ സാന്നിധ്യം അബ്രഹാമിനോട് കൂടെ The ഉണ്ടായിരുന്നു. presence of God was with Abraham. ആമേൻ. ഹല്ലേലൂയ. അവർ നടന്നു മുമ്പേ ഹല്ലേലൂയ പോകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ മകൻ ചോദിക്കുന്നുണ്ട് ഹല്ലേലൂയ. ആമേൻ. താഴോട്ട് വന്നപ്പോൾ ബാല്യക്കാരോട് പറഞ്ഞു നിങ്ങളിവിടെ ഇരിക്കെ ഞാനും മകനും പോയി ഹല്ലേലൂയ യാഗം കഴിച്ചിട്ട് ദൈവത്തെ ആരാധിച്ചിട്ട് മടങ്ങി വരാമെന്ന് പറയുന്നു. While they were climbing on the mountain, and Abraham told them, servant, you be here, you sit there, and me and my son will go to the Mount Moriah and we will offer a sacrifice to the Lord and we will come back. ദൈവസാന്നിധ്യം അവനോട് കൂടെ ഉണ്ടായിട്ടാണ് ധൈര്യമായിട്ട് അബ്രഹാമിന് പറയാൻ കഴിഞ്ഞത് ഞങ്ങൾ യാഗം കഴിച്ചിട്ട് ഞങ്ങൾ ഇരുവരും മടങ്ങി വരുമെന്ന്. Because the presence of God was with Abraham, that enabled him to speak to the servant that we will go and worship the Lord and me and my son will come back. ആമേൻ. ദൈവം പ്രത്യക്ഷപ്പെട്ട ഹല്ലേലൂയ അബ്രഹാമിനോട് പറഞ്ഞത് നിന്റെ മകനെ മോറിയമലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കണമെന്നാണ്. And God spoke to Abraham, I'm going to tell you, you're going to sacrifice, offer your only son, the one who you love, Isaac, you go and sacrifice, he want the Mount Moriah. ആമേൻ. ഹല്ലേലൂയ. സാന്നിധ്യത്തിലുള്ള മോറിയമലയിലേക്ക് കടന്നുപോയി മകൻ ഹല്ലേലൂയ ആമേൻ അബ്രഹാമിനോട് ചോദിക്കുകയാണ് യാഗത്തിനുള്ള വിറകും കത്തിയുമുണ്ട്, യാഗത്തിനുള്ള ആട് എവിടെയെന്ന്. And this on their way journey, this son Isaac was asking Dad, we have the wood and the fire and the knife, but where is the lamb? ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ സാന്നിധ്യം ഇരിക്കുന്ന അബ്രഹാം ഹല്ലേലൂയ പറയുകയാണ് മകനെ ദൈവം കരുതിക്കൊള്ളുമെന്ന്. And Abraham is telling the son, God will provide for you. ആമേൻ. ഹല്ലേലൂയ. മോറിയമലയിൽ ചെന്ന് ഹല്ലേലൂയ ആമേൻ അപ്പനും മകനും ചേർന്ന് ഹല്ലേലൂയ കല്ലുകൾ കൊണ്ട് ആ യാഗപീഠം പണിതാൽ വിറകുകളൊക്കെ അടുക്കി വെക്കാൻ വേണ്ടി ആയിത്തീർന്നു. And they reached the Mount Moriah and they fixed the altar. Then they put the wood in order and they put Isaac, tied him and put Isaac on the altar. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. യാഗം കഴിക്കുവാൻ ഹല്ലേലൂയ കരം പൊക്കിയപ്പോൾ ഹല്ലേലൂയ സ്തോത്രം അവിടെ ഹല്ലേലൂയ സ്തോത്രം ഒരു ആമേൻ ആ സാന്നിധ്യത്തിൽ നിന്ന് ഒരു ശബ്ദം മുഴങ്ങി കേട്ടു, അബ്രഹാമേ ബാലിന്റെ മേൽ കൈവെക്കരുത് എന്ന്. Then Abraham lifted his hands with the knife to offer Isaac as an offering, and all of a sudden he heard a voice from heaven. He said, Abraham, and don't touch your son. അബ്രഹാം തിരിഞ്ഞു നോക്കിയപ്പോൾ ഹല്ലേലൂയ സ്തോത്രം യാഗത്തിനുള്ള പ്രൊവിഷൻ അവിടെ കാണുവാൻ തക്കനായി. And Abraham lifted up his eyes and looked, and behold, behind him a ram caught in a thicket by his ആമേൻ. horse. ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ആവശ്യമായതെല്ലാം ദൈവം മുന്നമേ കരുതിയിരിക്കുകയാണ്. If God is working with you, hallelujah, God already prepared what you need in your life before. ആമേൻ. അബ്രഹാമേ ദൈവം പറഞ്ഞത് അനുസരിക്കാൻ അബ്രഹാം തയ്യാറായപ്പോൾ തന്നെ ഹല്ലേലൂയ അബ്രഹാമിന് വേണ്ടി ദൈവം കരുതിയിരുന്നു. When the moment Abraham was ready to obey the command of God, and God already prepared a ram on the other side of the mountain. ആമേൻ. നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായിരിക്കുന്ന സമ്പന്നരുടെ സാന്നിധ്യമാണ്. And we need that the riches of God's presence in our life. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഞാനോ ലോകസാന്തോടും എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ള വാഗ്ദത്തമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. God gave us that great promise that I will be with you to the end of the world. ആമേൻ. നമ്മുടെ ആരാധനയിലും ഹല്ലേലൂയ വചന ധ്യാനത്തിലും ഒക്കെയും സൃഷ്ടിയിലും ഹല്ലേലൂയ ഭവനത്തിലും ഒക്കെയും ആ സാന്നിധ്യം ഹല്ലേലൂയ അനുഭവിക്കാൻ നമുക്ക് കഴിയണം. We should experience the presence of God in our worship and in our homes and in every areas of our life.
ആമേനാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലായിരിക്കും അപ്പോൾ ദൈവസാന്നിധ്യം ഇറങ്ങുന്നത്. Then God's presence will be with us beyond our comprehension. ആമേൻ. സ്വർഗ്ഗത്തിന്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാവരോളം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കില്ലോ എന്നാണ് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. God says, I'll open up the windows of heaven and I will give you riches more than you could handle. ആമേൻ. His presence gives us guidance to the destiny എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. Amen. ഈ ദൈവത്തിന്റെ സാന്നിധ്യം ലക്ഷ്യത്തിലേക്കുള്ള ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നു. Yes, God guides us to the destination through the presence of God. ആമേൻ. വഴി ഇതാവുന്നതിൽ കൂടെ നടന്നുകൊള്ളൂ എന്നുള്ള ഒരു ശബ്ദം നമുക്ക് കേൾക്കുവാൻ ഇടയായിത്തീരും. We can hear this is the way walking from the mouth of God. ഹല്ലേലൂയ. ഈ കേൾക്കുന്ന ശബ്ദം ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ശബ്ദം കേൾക്കുവാൻ കഴിയുള്ളൂ. We can only hear the voice of God if the presence of God is with us. ആമേൻ. തുടർന്ന് കേൾക്കുന്ന ശബ്ദം ഞാൻ നിനക്ക് അലോചന പറഞ്ഞു തരും. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ നിന്റെ കരം പിടിച്ചു നടത്തും. നിന്റെ ലക്ഷ്യത്തിലേക്ക് ലോകത്തിൽ കാണുന്നതൊന്നുമല്ല, നേടുന്നതൊന്നുമല്ല എന്ന് കേൾക്കുവാൻ ഇടയായിത്തീരും. Then God will speak to you. I will guide you. I will guide your footsteps and I will hold your hands and I will help you to reach your destination. ആമേൻ. നമ്മുടെ ലക്ഷ്യം ഇറ്റേണിറ്റിയാണ്. Our ending is eternal life. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നിത്യതയിലെത്തിക്കുവാൻ സാന്നിധ്യം അമ്മയുടെ കരം പിടിച്ചിരിക്കുകയാണ്. The presence of God is with us and He is holding your hands and He is guiding our footsteps so we will reach our destination. ആമേൻ. ഹല്ലേലൂയ. സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നീ പോകുന്ന വഴിയിൽ മന്ന വേണമോ അത് നമുക്ക് ലഭിക്കും. If the presence of God is with you, you will get manna. ആമേൻ. കടന്നു പോകുന്ന മരുഭൂമിയിൽ വെള്ളം വേണോ? ഹല്ലേലൂയ. സ്തോത്രം. ദൈവയുടെ പാതയെ പിളർക്കും. If you need water in your life journey in the wilderness, you will receive water. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. സാന്നിധ്യം മേഘം പോലെ ഇറങ്ങി വന്ന് നമുക്ക് ആശ്വാസം വരുവാൻ ഇടയായിത്തീരും. And the cloud of the presence of God will be like a cloud and will comfort you. ആമേൻ. നമുക്കെതിരായ ശത്രുവാല് സൈന്യമായി ഇറങ്ങി വരുമ്പോൾ ഈ സാന്നിധ്യം ഹല്ലേലൂയ ആമേൻ ഒന്ന് നോക്കിയാൽ ഹല്ലേലൂയ ശത്രുക്കൾ തകരുവാൻ ഇടയായിത്തീരും. When the enemy is coming against you, hallelujah, the cloud of the presence of God, once you look at the enemy, the enemy will be scattered. ആമേൻ. ഈ സാന്നിധ്യം നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നു. And His presence will take us to the end of ആമേൻ. life. His presence gives us rest and peace. Yes, He gives us rest and peace. ആമേൻ. ഈ സാന്നിധ്യം നമുക്ക് സ്വസ്ഥയും സമാധാനം നൽകുന്നു. He will give us rest and peace. ആമേൻ. His presence gives us confidence. Amen. ഈ സാന്നിധ്യം നമുക്ക് ഉറപ്പും ധൈര്യവും നൽകുന്നു. Amen. And His presence gives us confidence and encouragement. ആമേൻ. His presence is care. Amen. ഈ സാന്നിധ്യത്തിൽ പരിപാലനം നൽകുന്നു. And God cares for us in His presence. ആമേൻ. His presence gives us protection. Hallelujah. ഈ സാന്നിധ്യം നമുക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നു. Amen. His presence gives us protection. ഹല്ലേലൂയ. നമുക്ക് ആവശ്യമായ കരുതൽ ആമേൻ ഈ സാന്നിധ്യം നൽകുന്നു. God cares for us with His presence. ആമേൻ. ലക്ഷ്യത്തിലേക്കുള്ള മാർഗ്ഗനിർദ്ദേശമാണ് ഹല്ലേലൂയ ഈ സാന്നിധ്യത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. God is guiding our footsteps in the goal of our life. ആമേൻ. ഹല്ലേലൂയ. ഏറ്റവും വലിയ പ്രോമിസാണ് ദൈവം നമ്മുടെ നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. God gave us that great promise that I will be with you till the end of the world. ഞാൻ ഒരു നാളും നിന്നെ കൈവഴിയിൽ ഉപേക്ഷിക്കുകയില്ല. I will never leave you or forsake you. ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളുകളും ഉണ്ട്. I will be with you till the end of the world. ഹല്ലേലൂയ. പെറ്റമ്മ ഒരിക്കലും തന്റെ മക്കളെ ഒരിക്കലും മറക്കുകയില്ല. It is hard for a mother who gave birth to the child to forsake the child. ആമേൻ. അവിടെ പറഞ്ഞിരിക്കും മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ലെന്നാണ്. The Bible says even though that mother forsake you, I will never forsake you. ആമേൻ. താഴ്മയെ പറ്റി ഒരു ഇലസ്ട്രേഷൻ കേൾക്കുവാൻ ഇടയായിത്തീർന്നു. I heard an illustration about humility. ആമേൻ. താഴ്മ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ താഴ്മ എന്തല്ലെന്ന് നാം തിരിച്ചറിയണം. You should know what is humility and what is not humility. താഴ്മ എന്ന് പറയുന്ന ബാഹ്യമായിട്ടുള്ള പ്രകടനമല്ല. The humility is not external expression. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. കാരണം അത്രയധികം വ്യാജന്മാർ താഴ്മ എന്ന ഗുണത്തിലുണ്ട്. And because this meekness can imitate that humility. ഒരാൾ താഴ്മയെ പറ്റി കേൾക്കാനിടയായി അത് സാത്താന്റെ ഇഷ്ടമുള്ള ഭാവമാണ് താഴ്മ. താഴ്മയുടെ കൃത്രിമമായ അനുകരണം. I heard one person was saying that Satan likes when you pretend that you are humble. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സ്വയമേ മോശമായി ചിലർ പറയുന്നുണ്ട്. Some people say the humility, they put down humility. ആമേൻ. വില കുറച്ച് സംസാരിക്കുന്നുണ്ട്. Yes, they make it as a cheap thing. താഴ്ത്തി കെട്ടി സംസാരിക്കുന്നുണ്ട്. They put it down like when somebody is meek. ആമേൻ. ഇതൊക്കെ താഴ്മയുടെ ലക്ഷണമായിട്ട് ചിലർ പറയുന്നു. Some people say these are the qualities of meekness. ആമേൻ. പലപ്പോഴും പലരും സാക്ഷ്യങ്ങളിലൂടെ അവരുടെ തെറ്റുകളെ പെരുപ്പിച്ച് കാണിക്കുമ്പോൾ മറ്റുള്ളവരുടെ ശ്രദ്ധ അവരിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. Some people get the attention, extraordinary attention from other people by enlarging their sinful lifestyle. ആമേൻ. അഹങ്കാരത്തിന്റെ സൂചനയാണ് ഒളിഞ്ഞു കിടക്കുന്നത്. And in meekness you can hide pride.
ആമേൻ. ആരും അറിയാതെ കെയർഫുൾ കെയർലെസ്നെസ്, ശ്രദ്ധയോടുകൂടി അശ്രദ്ധയോടുകൂടി എന്ന ശൈലി ബോധപൂർവം പിന്തുടരുവാൻ ചിലരിൽ കാണുവാൻ കഴിയും. Some people can carefully and they can hide their pride by using the appearance of humility in their life. ആമേൻ. താഴ്മയുടെ പ്രധാനപ്പെട്ട സ്വഭാവങ്ങളൊന്നാണ് teachability അഥവാ ആമേൻ പഠനക്ഷമത. You have to be teachable if you are meek. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. താഴ്മയുള്ള ഒരാൾ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. പായ്ക്കപ്പലിലെ പാ പോലെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. You are like the hallelujah, the mat of the ship which is driven by the wind. ആമേൻ. ഹല്ലേലൂയ. ആ പായിലേൽക്കുന്ന കാറ്റ് ഒരു ഊർജ്ജമായി മാറി ഭാരമേറിയ കപ്പലിനെ മുന്നോട്ട് തള്ളുന്നു. When the ship is controlled by the wind, and this mat will help to guide its direction. ആമേൻ. എല്ലാം തികഞ്ഞു എന്നുള്ള ചിന്ത നമുക്കുണ്ടെങ്കിൽ അത് നമ്മളെ അപകടത്തിൽ കൊണ്ടെത്തിക്കും. If you have a feeling that I know everything and I am everything, then it will guide you to a wrong place. ആമേൻ. സി.ടി. സ്റ്റാഡിനെ പറ്റി ബ്രിട്ടീഷ് ബ്രിട്ടനിലുണ്ടായിരുന്ന ഒരു ക്രിക്കറ്റ് വലിയൊരു കളിക്കാരനായിരുന്നു. അയാളെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. I have talked about C.T. Studd. He was a big cricket player in England. ആമേൻ. ഇംഗ്ലണ്ടിന് വേണ്ടി 5 ടെസ്റ്റുകളിൽ അവൻ കളിച്ചു വിജയിക്കാൻ ഇടയായി തീർന്നു. And he won the victory in 5 tests of cricket playing. ആമേൻ. ഇംഗ്ലണ്ടിൽ തന്നെ 99 പ്രാവശ്യം കളിക്കാൻ ഇടയായി തീർന്നു. Even in England he played 99 times. ആമേൻ. ചെറു പ്രായത്തിൽ തന്നെ ദൈവശബ്ദം കേൾക്കുവാൻ ഇടയായി തീർന്നു. But even from his childhood, he heard the voice of God. ഫാമിലിയായി ആഫ്രിക്കയുടെ വനാന്തരങ്ങളിൽ കടന്നുപോയി അവിടെ ജീവിക്കുവാൻ മിഷണറിയായി ജീവിക്കാൻ ഇടയായി തീർന്നു. But as a family, he went to the wilderness of Africa and he lived as a missionary. ആമേൻ. തന്റെ വാർദ്ധക്യത്തിൽ ആമേൻ കണ്ണുകളൊന്നും കാണുന്നില്ലായിരുന്നു. ഒരു ഫ്രണ്ട് തന്നെ കാണുവാൻ ഇടയായി. In his old age he became blind and his friend saw him. ഹല്ലേലൂയ. അന്ന് അവിടെയൊക്കെയും ഹല്ലേലൂയ സ്വന്തം കാഴ്ചക്കുറവ് ആയിരുന്നാൽ കണ്ണട അവിടെ ലഭിക്കുകയില്ലായിരുന്നു. And there was no place he could buy an eyeglasses. ആമേൻ. ഹല്ലേലൂയ. മാഗ്നിഫൈ ഗ്ലാസ് കൊണ്ട് ഹല്ലേലൂയ ഉപയോഗിച്ചാണ് അവൻ ഹല്ലേലൂയ ബൈബിളൊക്കെ He വായിച്ചുകൊണ്ടിരുന്നത്. read the Bible by using the magnifying glasses. ആമേൻ. ഫ്രണ്ട് വന്നപ്പോൾ ഹല്ലേലൂയ മാഗ്നിഫൈ ഗ്ലാസ് ഉപയോഗിച്ച് ഇങ്ങനെ ഏതോ ബുക്കിൽ ഇങ്ങനെ നോക്കുന്നതായിട്ട് കണ്ടു. When his friend was there, and this friend saw him that he was using the magnifying glass and reading a book. ആമേൻ. ഈ ഫ്രണ്ട് ഫ്രണ്ടിനോട് ചോദിച്ചു, നീ എന്താ ഇത്രയും ഹല്ലേലൂയ സ്വന്തം ബുദ്ധിമുട്ടി ഇത് എന്തോ തിരയുന്നതെന്ന് ചോദിച്ചു. And the friend was asking, what are you seeking which is such a hardship? C.T. Studd പറയുകയായിരുന്നു, ഇനിയും ഞാൻ അറിയാതെ പോയ എന്തെങ്കിലും കൽപ്പന ബൈബിളിൽ ഉണ്ടോ എന്ന് ഞാൻ പരിശോധിക്കുകയാണ്. And the C.T. Studd talked to the friend, and I was just examining, is there anything, any commandments I missed from my life which is already written in the Bible? അവൻ ശരിക്കും താഴ്മയുടെ ഒരു ഉദാഹരണമാണിത്. And he was an example of humility. അവൻ ഇന്നലെ സ്വത്രമാലി നമ്മുടെ മുന്നിലൊക്കെ നോക്കാണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അറിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ എത്ര ഗർഭമുള്ളവരായിരിക്കും അവർ. And people usually they'll be so prideful if you have an education or if you have a riches or if you have a mighty health and those kind of things that people count as a prideful reasons of the pride. ഒരിക്കൽ ഡിയൽ മോഡി സ്വതന്ത്രന്റെ അടുക്കൽ വന്ന് ആമേൻ ഒരു ആവർത്തനം ചോദിക്കാൻ ഇടയായി താഴ്മയുള്ളവൻ തന്നെ കുറിച്ച് അധികമൊന്നും ചിന്തിക്കാറില്ല എന്നാണോ താങ്കൾ പറയുന്നതെന്ന്. One person asked D.L. Moody, you think of the sign of pride that you won't talk about yourself? I mean, the sign of humility is that you won't talk about yourself. ആമേൻ. D.L. Moody പറഞ്ഞല്ല താഴ്മയുള്ളവൻ തന്നെ കുറിച്ച് ഒന്നും ചിന്തിക്കാറില്ലായിരുന്നു. Yes, he said. D.L. Moody said, yes. Once you are full of humility, you won't talk about or think about yourself. ആമേൻ. യേശുവിന്റെ ശിഷ്യന്മാരെ ഒന്ന് ശ്രദ്ധിച്ചേ. Think about Jesus' disciples. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 9:46 വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. 9:46 of Luke. 9:46, Luke chapter 9. And then there rose a reasoning among them, which of them should be greatest. ആമേൻ. അവരിൽ വെച്ച് ആർ വലിയവൻ എന്നൊരു വാദം ഉണ്ടായി. They were having a reasoning, who will be greatest among us? ആമേൻ. യേശുവിനോട് പറഞ്ഞു, നിങ്ങൾ ഏറ്റവും എല്ലാവരിലും ചെറിയവൻ എത്രയോ വലിയവൻ എന്ന് പറഞ്ഞു. Jesus perceiving the thought of their heart, he took a child and set him by him and said unto them, whosoever shall receive this child in my name receiveth me, and whosoever shall receive me receiveth him that sent me. For he that is least among you all, the same shall be great. ആമേൻ. ഈഗോയ്ക്ക് ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ നാം അറിയാതെ നമ്മിൽ രൂപാന്തരപ്പെടുന്നതും
കാലങ്ങൾ കൊണ്ട് ശക്തിപ്പെടുന്നു. നമ്മുടെ ജീവിതത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നതുമായ മറ്റൊരു വ്യക്തിത്വം ഹല്ലേലൂയ സ്തോത്രം നമ്മിൽ കുടികൊള്ളുന്നു. അതാണ് ഈഗോ എന്ന് പറയുന്നത്. What is ego? Is you are making another personality inside you from your childhood. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ദൈവമോ ഹല്ലേലൂയ സ്തോത്രം എങ്ങനെയാണ് നമ്മളെ കാണുന്നത് അതുപോലെ നമ്മെ സ്വയം കാണുവാൻ നമുക്ക് കഴിയണം. അതാണ് താഴ്മയുടെ ഭാവം. The humility part of humility is that you see yourself as how God is seeing you. ആമേൻ. ഹല്ലേലൂയ. ശൗൽ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ സാമേൻ ഹല്ലേലൂയ രാജ്യത്തിനെതിരായി ഹല്ലേലൂയ ആമേൻ ഗോലിയാത്ത് സംഘം കടന്നു വരാൻ ഇടയായി തീർന്നു. When Saul was the king of Israel and Goliath and his army came against him. ആമേൻ. ദാവീദിനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു യൗവനക്കാരൻ ആളുകളെ മേയിച്ചുകൊണ്ടിരുന്ന ഹല്ലേലൂയ ഒരു യൗവനക്കാരനായിരുന്നു. We can look at David. He was a young man who was feeding the sheep. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. സൈന്യം ആമേൻ ശക്തിയൊക്കെ ഉണ്ടായിരുന്ന ശൗൽ ഹല്ലേലൂയ സ്തോത്രം ഗോലിയാത്തിന് മുമ്പിൽ ഹല്ലേലൂയ യുദ്ധത്തിന് ചെന്നപ്പോൾ ഹല്ലേലൂയ ഭയം ഹല്ലേലൂയ ആമേൻ തോന്നുവാൻ തക്കവണ്ണം ഇടയായി. Saul was inflicted by fear once he saw Goliath, his appearance and his voice. എന്നാൽ ദാവീദ് സേവിക്കുന്ന ദൈവത്തിനെതിരായി പറഞ്ഞപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ദാവീദിന് അതൊട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. And David, once he came to the battlefield, when he heard Goliath was talking against the children of God and their God, hallelujah, David could not stand it. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ദാവീദ് നേരിട്ട് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ആമേൻ യുദ്ധത്തിനായി അവന്റെ ആമേൻ നേരെ ഒറ്റയ്ക്ക് ചെല്ലുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത് അവന്റെ ആമേൻ ദൈവത്തിന്റെ സാന്നിധ്യം അവനോട് കൂടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഹല്ലേലൂയ അവനെ ഗോലിയാത്തിനെ കൊല്ലുവാൻ കഴിഞ്ഞത്. Because of the presence of God in David's life, David as one man, he could win over Goliath. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. അത് കഴിഞ്ഞ ശേഷം ഹല്ലേലൂയ അവിടെ കൂടിയിരുന്ന ഹല്ലേലൂയ ചില കന്യകമാർ പാടി ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ശൗൽ 1000 കൊന്നു ദാവീദ് 10000 കൊന്നു എന്ന്. Then the women, hallelujah, the ladies of the place, they sang like this, hallelujah, Saul killed 1,000 and David killed 10,000. ആമേൻ. വെറും ഒരു നമ്പറിന്റെ ഒരു സീറോയുടെ പ്രശ്നം മൂലം ഹല്ലേലൂയ ശൗൽ ദാവീദിനെ കൊല്ലുവാൻ തക്കവണ്ണം ഇറങ്ങി പുറപ്പെട്ടു. Yes, David, Saul was inflicted by jealousy because of the 1-0 difference. That means the ladies sang that Saul killed 1,000 and David killed 10,000. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ലൂക്കോസ് 10:17 മുതൽ 20 വരെ വായിക്കാം. Luke 10:17-20. And the 70 returned again with joy, saying, Lord, even the devils are subject unto us through thy name. And he said unto them, I beheld Satan as lightning fall from heaven. Behold, I give unto you power to tread upon serpents and scorpions and all the powers of the enemy, and nothing shall by any means hurt you. ആമേൻ. യേശുവിന് ഹല്ലേലൂയ പ്രധാനപ്പെട്ട 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. Jesus had 12 main disciples. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് പിന്നെ കാണാൻ കഴിയും ഹല്ലേലൂയ കൂടാതെ അവരെ കൂടാതെ 70 ശിഷ്യന്മാരും ഹല്ലേലൂയ യേശുവിനുണ്ടായിരുന്നു. And more than that, they had 70 other disciples. ഹല്ലേലൂയ. അവർ ഹല്ലേലൂയ ആമേൻ യേശുക്രിസ്തു അവരെ പറഞ്ഞയച്ചു. അവർ ഹല്ലേലൂയ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പോയി ഭൂതങ്ങളെയൊക്കെ പുറത്താക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. The 70 disciples, Jesus sent them out to do the work of God, and they cast the demons അവർ out. മടങ്ങി വന്ന് യേശുവിനോട് പറയുകയാണ് ഹല്ലേലൂയ കർത്താവേ ഭൂതങ്ങൾ പോലും ഞങ്ങൾ കീഴടങ്ങുന്നെന്ന്. When they came back and they told Jesus, and Lord, even the devils are subject unto us through thy name. ആമേൻ. കർത്താവരോട് പറഞ്ഞു ഭൂതങ്ങൾ നിങ്ങൾ കീഴടങ്ങുന്നതല്ല, നിങ്ങളുടെ പേർ ആമേൻ ഹല്ലേലൂയ ആമേൻ ജീവന്റെ പുസ്തകത്തിൽ സ്വർഗ്ഗത്തിൽ എഴുതിയിരിക്കുന്നത് ഹല്ലേലൂയ സന്തോഷിപ്പീൻ എന്നാണ് പറഞ്ഞത്. And Jesus said to them, rejoice, not because the enemy is subjecting to you, but because your names are written in the book of ഈ life. ലോകത്തിലെ സമ്പത്തും സ്ഥാനമാനങ്ങളെല്ലാം നേടിയാലും ഹല്ലേലൂയ സ്വന്തം നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? If you win the whole world, if you lose your soul, what profit is about with your life? ആമേൻ. മറ്റുള്ളവർ അറിയാതിരിക്കാനുള്ള ഹല്ലേലൂയ ആഗ്രഹമാണ് താഴ്മ എന്ന് പറയുന്നത്. And the humility is not, you are not publishing yourself in front of others. ആമേൻ. ഹല്ലേലൂയ സ്വന്തം നമ്മുടെ ആമേൻ മറ്റുള്ളവരുടെ കണ്ണുകൾ നമ്മിലേക്ക് തിരിക്കുമ്പോൾ കർത്താവിന്റെ ആനിൽ നിന്നും അവരുടെ കണ്ണുകൾ നമ്മിലേക്ക് തിരിക്കുകയാണ്. Once we are enlarging ourselves in front of other people, they are turning their eyes from the Lord to you. ആമേൻ. താഴ്മയുമായി കണക്ട് ചെയ്യുമ്പോൾ യോഹന്നാൻ സ്നാപകന്റെ വാക്കുകൾ വളരെ പ്രസക്തമാണ്. Once you study about humility, the words of John the Baptist is very ആമേൻ. important. അതിപ്രകാരമാണ് നീ വളരണം ഞാനോ കുറയണം. And John the Baptist, he said, you should increase and I must decrease. ആമേൻ. ക്രിസ്തു നമ്മൾ വളർന്നു കഴിഞ്ഞാൽ ഞാൻ എന്ന വ്യക്തി പിന്നെ ഇല്ല. And yet Jesus Christ is growing inside us, and we ourselves are nothing in our life. ആമേൻ. അതുകൊണ്ടാണ് ഹല്ലേലൂയ ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തോട് നാം അനുരൂപപ്പെടണമെന്ന് വചനം പറയുന്നത്. That's why we need to be likened unto the nature of Jesus Christ. ആമേൻ. ഈ ഇല്ലസ്ട്രേഷൻ പറഞ്ഞ ഹല്ലേലൂയ ആളിന്റെ ആഗ്രഹം ഹല്ലേലൂയ സ്തോത്രം അവിടെ പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. This person's illustration was written there. ആമേൻ. അൻപു നിറഞ്ഞ പൊന്നേശുവേ നിന്റെ പാദം എനിക്ക് സേവിക്കണം. He said, oh, you are so merciful, O Lord,
I want to sit at your feet and I want to serve you at your feet. നീ വളർന്നും ഞാൻ കുറഞ്ഞും നിന്നിൽ മറിഞ്ഞു മായണമെന്നാണ് ആലയം പറഞ്ഞിരിക്കുന്നത്. He said, my desire is that you increase and I decrease and I should vanish away. Hallelujah. By being used up for the Lord. ആമേൻ. യേശു നമ്മിൽ വളർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളില്ല. If Jesus Christ is enlarging in my life, inside my heart, I am nothing. I am not there. ഹല്ലേലൂയ. ദിവ്യ സ്വഭാവത്തോടെ ബന്ധപ്പെട്ട് ജീവിക്കാൻ ദൈവങ്ങളേക്ക് നമ്മളെ ഏൽപ്പിച്ചു We കൊടുക്കുക. should surrender our life so we can live in an identifiable life with Jesus Christ. ഹല്ലേലൂയ. ഇന്നത്തെ വചന ധ്യാനവും ആ ഇല്ലസ്ട്രേഷനും ഒക്കെയും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. Let the word of God, the meditation of the word of God and the illustrations be blessing in your life. ആമേൻ. കേട്ട വചനത്തിൽ നമ്മളെ ഒരു വട്ടം കൂടി സമർപ്പിക്കാം. Let us surrender our life in the presence